ഞാൻ കുറച്ചൊക്കെ ഞാൻ ലാസ്റ്റ് ആയപ്പോഴാണ് കയറി ചെയ്തത്. ഞാൻ രാത്രി ഒന്നും കൂടെ പോയി കണ്ടിട്ട് അറിയിക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പതുക്കെ. ഷൈൻ ചേട്ടൻ എന്നും ഐ തിങ്ക് ഹി ഹാസന്റ് ഹാഡ് എ സിംഗിൾ ബാഡ് പെർഫോമൻസ് മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ഹീസ് ബീൻ വൺ ഓഫ് ദോസ് റയർ ജെം ഓഫ് ആൻ ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. സോ എനിക്ക് ഫുള്ളായിട്ട് കണ്ടാലേ അതിന് പ്രോപ്പർ ജഡ്ജ്മെന്റ് പറയാൻ പറ്റൂ. കണ്ടിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മ്യൂസിക് വർക്കാണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഞാൻ കണ്ട ഭാഗം വാസ് റിയലി നൈസ്. ഇറ്റ് കീപ്സ് യു ഇൻ ദ ലൂപ്പ് ഓഫ് ദ മൂവീസ്. ജെയ്സ്കി അത് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ കുറച്ചുകൂടെ ആയിരിക്കും അറിവുള്ളത്. ഞാൻ അതിലോട്ട് അങ്ങനെ അന്വേഷിച്ച് പോയിട്ടില്ല. നല്ല നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരുടെയും റിയാക്ഷന് ലൈവായിട്ട് കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. കുറേ കിട്ടി, ശരിക്കും കിട്ടി. ഒരു പ്രാവശ്യം ആക്സിഡന്റിൽ എനിക്ക് ശരിക്കും കിട്ടി. ആ സമയത്ത് എല്ലാവരും തിരിഞ്ഞിട്ട് അമ്മയുടെ അടുത്താണ് സോറി എന്ന് പോയി പറഞ്ഞത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ. ഓ നല്ല ഒരു ഭാഗ്യമാണ് ഷൈൻ ടോം ചേട്ടൻ്റെ ഒക്കെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ. ഷൈൻ ടോമും ബിൻസി ചേച്ചിയും എല്ലാവരുടെയും കൂടെയും ഇപ്പൊ സിനിമയിൽ കാണുമ്പോഴാണ് ഒരു വേറൊരു ഫീലിംഗ്. ആ പാട്ടും എല്ലാം ഒക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അടി കിട്ടി 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 കുറേ കിട്ടി. സിനിമയിലൊരു 30 സെക്കൻഡ് എല്ലാം ഉള്ളെങ്കിൽ ഒരു രാത്രി ഫുൾ മൊത്തം അടി കിട്ടി അവിടെ കിടക്കായിരുന്നു. പക്ഷെ നല്ലായിരുന്നു. താങ്ക് യു. എങ്ങനെ ഷോയോ? പ്രേക്ഷകരോട് ഞാനും ആദ്യമായിട്ട് അത് കാണുന്നത്. നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ മുതൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എങ്ങനെയായിരിക്കും മൂവി ഉണ്ടാവാന്നുള്ളത്. അപ്പം പ്രേക്ഷകരെ കൂടുതൽ കാണുന്ന ടെൻഷൻ, നമ്മളത് എങ്ങനെ ഉണ്ടായി വന്നിട്ടുണ്ടാവും എന്നുള്ള ടെൻഷൻ എല്ലാം കൂടി ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര വിറയലൊക്കെ ആയിരുന്നു കാണുമ്പോൾ. കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. കാണുന്ന സമയത്ത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അയ്യോ അയ്യോ അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റൈലായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കാണാൻ പറ്റുന്ന പടം. ആ ത്രില്ലറാണ്. പക്ഷെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടമായി. അപ്പോൾ നല്ല സ്റ്റോറി പറഞ്ഞു. എന്തോ എല്ലാം നല്ലതായിരുന്നു. ഒരു ഫാമിലി ഫ്രണ്ട്ലി നല്ലൊരു പടം, നല്ല സ്റ്റോറി. പടം നല്ലതായിരുന്നു. ഞാൻ ആര്യ, മോളുടെ പേര് അനഘ, അവളുടെ ആര്യ എന്നാണ് പടത്തിലെ പേര്. എൻ്റെ അമ്മയാണ്. നന്നായി ചെയ്തു. സീനുകൾ കണ്ടപ്പോൾ കുറച്ച് ഇമോഷണലായി. പക്ഷെ ശരിക്കും കണ്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായി, ലൊക്കേഷനിലുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം ഉണ്ടായുള്ളൂ. അതെനിക്ക് സ്റ്റോറി ഒന്നും അറിയില്ലായിരുന്നു. ഇന്ന് മാത്രമാണ് ഞാൻ അറിഞ്ഞത്. നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട് അതിനകത്ത്. ഫ്രം ദ ബിഗിനിങ് അവസാനം വരെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. എന്താണ് ഷൈൻ എനിക്ക് ലൊക്കേഷനിൽ ഞാൻ കണ്ടിരുന്നു. ഷൈൻ്റെ 2-3 എന്താ പറയുക ഒരു ആക്ടിങ് കണ്ടപ്പോൾ ഞാൻ പുറത്ത് നിൽക്കായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ മോളോട് ചോദിച്ചപ്പോൾ പുള്ളിയുടെ ആക്ഷനിൽ ഞാൻ ചോദിച്ചു അതിലെന്തോ സസ്പെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മോള് പറഞ്ഞു അതേ അമ്മ ഉണ്ട്. പക്ഷെ അവൾ പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അപ്പോൾ ദാറ്റ് മീൻസ് പുള്ളി അത്രയും നല്ലൊരു ആക്ടറാണ്. ഞാൻ ത്രൂ ഔട്ട് ശരിക്കും എൻജോയ് ചെയ്തു. പുള്ളിയുടെ ആക്ഷൻ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഞാൻ തന്നെ ഓർക്കാം എന്ത് നല്ല വെരി ടാലൻറ്റഡ് ആക്ടർ. നന്നായിട്ട് ചെയ്തു. വിൻസിയും ഈക്വലി ഗുഡ്. പിന്നെ പിള്ളേരൊക്കെ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്, അവരൊക്കെ നന്നായി വരട്ടെ എന്ന് കഷ്ടപ്പാട് റിസൾട്ട് ഉണ്ട്. ശരിക്കും ഉണ്ട് കേട്ടോ. ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ത്രില്ലേഴ്സിൻ്റെ ഒരു എന്താ പറയുക ജോണറിൽ നല്ല കുറേ ട്വിസ്റ്റും ടേണും ഉണ്ടായി. പകുതി സിനിമയപ്പോൾ ഞാൻ ഓർത്ത് നോക്കി അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കൂടുതൽ ട്വിസ്റ്റ് ഉണ്ടായി, കൂടുതൽ പ്ലോട്ട് ടേൺസ് ഉണ്ടായി. പിന്നെ എൻ്റെ അനിയത്തി അഭിനയിച്ചിട്ടുണ്ട്. ആര്യൻ്റെ അനിയത്തിയ. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. എന്തോ പിന്നെ അവൾക്ക് അടിയൊക്കെ കൊള്ളപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പക്ഷെ നന്നായിട്ട് അഭിനയിച്ചു. അവൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറേ കാത്തിരുന്ന് കണ്ടൊരു മൂവിയാണ്. നന്നായിട്ട് ചെയ്തു. ഐ തിങ്ക് കറക്റ്റ് ഒരു സൂട്ടഡ് ക്യാരക്ടർ ആയിരുന്നു. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു ആസ് ദ പോലീസ് ഓഫീസർ. പിന്നെ നല്ലൊരു സെറ്റ് ഓഫ് പോലീസ് ഓഫീസേഴ്സിനെ കാണാനും കിട്ടി. നല്ല എന്താ പറയുക ആ പോലീസ് ട്യൂഷനൊക്കെ നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നെ 100% കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി ത്രില്ലർ ജോണർ. യെസ് 100%. എൻ്റെ 91-year-old ഗ്രാൻഡ് ഫാദർ വരെ വന്ന് കണ്ടു. ഒത്തിരി ഇഷ്ടപ്പെട്ടു ആൾക്ക്. അപ്പോൾ ഒരു ഫാമിലി ത്രില്ലറാണ്. നന്നായിട്ടുണ്ട്.
ഓ എല്ലാരും ഉണ്ടല്ലോ. ആ കിഡ്സ് അത് പറയണം, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലി ത്രില്ലർ എന്ന് പറയും. പുള്ളീൻ്റെ യെസ് ഓഫ് കോഴ്സ് അങ്ങനെ കംബാക്ക് എന്ന് പറയാൻ പുള്ളി അവിടെ പോയിട്ടില്ലല്ലോ. പുള്ളി ഓൺ ഗോയിങ്ങിൽ പടം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ലൈക്ക് ഇറ്റ് വാസ് നൈസ്. പുള്ളിയൊക്കെ പോലീസ് സ്റ്റേഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു കിഡ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ചില സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പാടുമോയെന്ന് അറിയില്ല, ബിക്കോസ് ഓഫ് എന്താ പറയുക, അത് റിവീൽ ചെയ്യുമോയെന്ന് ഓർത്തിട്ട്. ബട്ട് അതിൽ ചില സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ആസ് എ ഫീമെയിൽ വെൻ യു സീ ദോസ് തിങ്സ് ഇറ്റ് സ്റ്റിൽ ഹാപ്പൻസ് അല്ലേ. നമ്മൾ ഈ ഇടക്കും ഒരു കുറച്ച് റിയൽ ലൈഫ് സംഭവമായിട്ട് സാമ്യമുള്ളവരെന്ന് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ. സോ ദാറ്റ് വാസ് നൈസ്. പടം നല്ല പടമാണ്, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, നല്ല പടം. കൊള്ളാം, നല്ല പടം. അടിപൊളി സിനിമ, നല്ല ഫാമിലി പോയി കൊള്ളാം. അടിപൊളി അഭിനയം, എല്ലാവരും പോയി കാണണം. അടിപൊളി, കുഴപ്പമില്ല. കുഴപ്പമില്ല, ഷൈൻ ടോം നല്ല പെർഫോമൻസ് ആണ്. വളരെ നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും വളരെ നന്നായിരിക്കണം. ഇഷ്ടപ്പെട്ടു. നല്ല പടം, നല്ല തീമാണ്, എല്ലാം നാച്ചുറൽ. നമ്മളുടെ നായകൻ സൂപ്പർ. പോലീസ് ഓഫീസറായിട്ട് ഗംഭീരം. എല്ലാവരുടെ പെർഫോമൻസ് നന്നായിരുന്നു. തീർച്ചയായിട്ടും, സംശയം വേണ്ട. വരട്ടെ. ഫാമിലി ആയിട്ടാണ് വന്നത്. കൊള്ളാം, നല്ല നൈസ് ആയിരുന്നു. ഫാമിലി പടം നല്ല സിനിമ കേട്ടോ, നല്ലൊരു ത്രില്ലർ മൂഡ്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണെന്നൊക്കെ തോന്നും. പക്ഷേ ആക്ച്വലി ഒരു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നല്ല ത്രില്ലർ മൂഡ് പിടിച്ചൊരു പടമാണ്. ഇതൊരു പുതിയ സംവിധായകൻ, യൂജിൻ ജോസ് എന്ന് പറഞ്ഞൊരു പുതിയ സംവിധായകൻ. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു നാടകാചാര്യനൊക്കെ ആയിരുന്നു, ഈ ജോസ് ചെറുമേൽ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷൈൻ ചേട്ടൻ്റെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവെന്ന് പറയാം. ഈ ആക്സിഡൻറ്റിനൊക്കെ ശേഷം പുള്ളിക്കാരൻ ഒരു ഗംഭീര കമ്പാക്ക് നടത്തിയിരിക്കുകയാണ്. പിന്നെ വിൻസിയുടെ പെർഫോമൻസും അതുപോലെ നമ്മുടെ ദീപകിൻ്റെ പെർഫോമൻസും പിന്നെ കുറേ പുതിയ ആളുകളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല പെർഫോമൻസും നല്ല കഥയാണ്, നല്ലപോലെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ട് തന്നെ കാണേണ്ട പടമാണ്. കാരണം ഇത് ഫാമിലിക്ക് വേണ്ടി കുട്ടികൾക്കൊക്കെ കാണേണ്ട പടമാണ്. വളരെ നൈസായിരുന്നു, നല്ലൊരു പടം. ഇഷ്ടമായി. ഷൈൻ ചേട്ടൻ്റെ നല്ലൊരു എന്താ പറയുക, ഒരു പോലീസ് ക്യാരക്ടറായിട്ട് നല്ലൊരു രസമുണ്ടായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളി ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ എന്തായാലും അത് കാണും. സൂപ്പറായിട്ടുണ്ട്. ഞാനും ഉണ്ടായിരുന്നു അതിനകത്ത്. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൈൻ ടോമിൻ്റെ ഏറ്റവും നല്ലൊരു പടം, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പടം, എല്ലാത്തിൽ നിന്നും വേർതിരിച്ച് നന്നായിട്ട് ഒരു പോലീസ് വേഷം ചെയ്യാനായിട്ട് ഷൈൻ ടോമിന് സാധിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.